ഫ്രാൻസ്വിക് മൈഗ്രേഷൻ സർവീസസിൻ്റെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗ്ലാഡ്വിൻ. ഞാൻ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻ്റാണ്. ഈ എഡിഷനിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് കാണാം. അങ്ങനെ ധാരാളം സസ്പെൻസിന് ശേഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ മൈഗ്രേഷൻ പ്ലേസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 1,80,000 പ്ലേസസായി ഇത് തുടരും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് കാണാം. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നിർത്തിവെക്കുകയോ കൂടുതൽ മൈഗ്രേഷൻ നമ്പർ അനുവദിക്കുകയോ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഓഗസ്റ്റ് 31 ഞായറാഴ്ച ആന്റി ഇമിഗ്രേഷൻ റാലി നടത്തുകയുണ്ടായി. 2025-26 വർഷത്തിൽ ഏകദേശം 3 ലക്ഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിക്കാൻ അവസരമൊരുക്കി ഓസ്ട്രേലിയ. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 25,000 പ്ലേസസ് അധികമാണ്. മാസ് ഇമിഗ്രേഷൻ എതിർത്തുകൊണ്ട് ഓസ്ട്രേലിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മാർച്ച് ഫോർ ഓസ്ട്രേലിയ റാലി നടത്തുകയുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. ഹൗസിംഗ് അൺഅഫോർഡബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലം, സോഷ്യൽ പ്രോബ്ലംസ് ഇതിനെല്ലാം മാസ് മൈഗ്രേഷൻ കാരണമാവുന്നു എന്നാണ് ഇതിന്റെ സംഘാടകരുടെ വാദം. സർക്കുലേറ്റ് ചെയ്ത പല പ്രൊമോഷണൽ ഫ്ലയേഴ്സിലും ഇതിനു മുന്നോടിയായിട്ട് നടന്ന പല സ്പീച്ചസിലും മൈഗ്രന്റ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓസ്ട്രേലിയൻസ് ആണ് ഇമിഗ്രേഷൻ ക്രൈസിസിന് കാരണമെന്ന് എടുത്തു പറഞ്ഞിരുന്നു. ഇമിഗ്രേഷൻ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ പല സ്ഥലങ്ങളിലും അക്രമമുണ്ടായി. മെൽബണിൽ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും റൈറ്റ് സ്ക്വാഡിനെ നിലത്തിലിറക്കുകയും ചെയ്തു. വൈറ്റ് പീപ്പിൾ മാത്രം മതി, മൾട്ടി കൾച്ചറിസം വേണ്ട. മാത്രമല്ല ഇന്ത്യൻസ്, മുസ്ലിംസ്, ആഫ്രിക്കൻസ് എന്നിവരാണ് ഓസ്ട്രേലിയയുടെ ഹൗസിംഗ് ക്രൈസിസിനും സോഷ്യൽ പ്രോബ്ലംസിനും കാരണം എന്ന് ശക്തമായി വാദിക്കുന്ന നിയോനാസി ഗ്രൂപ്പിന്റെ വക്താക്കളായ തോമസ് സെവൽ, ജാക്ക് എൽറ്റിസ് എന്നിവരുടെ സാന്നിധ്യം വളരെയധികം വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസി മാർച്ച് ഫോർ ഓസ്ട്രേലിയയെ ശക്തമായി വിമർശിക്കുകയും അത്തരം എക്സ്ട്രീം കാഴ്ചപ്പാട് ഓസ്ട്രേലിയയുടെ കാഴ്ചപ്പാടല്ല എന്ന് അടിവരയിട്ട് പറയുകയുണ്ടായി. പെർമനന്റ് മൈഗ്രേഷൻ നമ്പർ അനൗൺസ് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ പോലെ 1,80,000 പ്ലേസസ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ എല്ലാ ഭാഗത്തുനിന്നും സ്വാഗതം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഓസ്ട്രേലിയയുടെ ലോങ് ടേം മൈഗ്രേഷൻ പ്ലാനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിരതയുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. മാത്രമല്ല ഇത് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സ്റ്റേറ്റ്സിനും സ്കിൽഡ് എംപ്ലോയീസിന് ആവശ്യമുള്ള ബിസിനസ്സിനുള്ള വ്യക്തത നൽകുന്നുണ്ട്. 2025-26 പെർമനന്റ് മൈഗ്രേഷൻ പ്രോഗ്രാം ഒരു സ്റ്റെബിലിറ്റി മേജാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിലും കൂടുതൽ അനലൈസ് ചെയ്താൽ ഗവൺമെന്റിന്റെ മൈഗ്രേഷൻ പ്രയോറിറ്റീസ് വെളിപ്പെടുത്തുന്നതാണ്. ലേബർ മാർക്കറ്റുമായിട്ട് ഡയറക്റ്റ് ലിങ്കുള്ള സ്കിൽഡ് മൈഗ്രൻസിനെയാണ് ഗവൺമെന്റും ബിസിനസ്സുകളും ഉന്നം വയ്ക്കുന്നത്. അതായത് സ്കിൽഡ് മൈഗ്രൻസിന് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ ജോലി ഓഫർ ഉള്ളവരെയാണ് ഗവൺമെന്റ് പ്രിഫർ ചെയ്യുന്നത്. ഇത് നിലവിലെ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിൽ നിന്ന് ഡിഫറെന്റ് ആണ്. കാരണം സ്കിൽഡ് മൈഗ്രൻസിന് വിസ കിട്ടി ഓസ്ട്രേലിയ എത്തിയിട്ട് വേണം ജോലി നോക്കാൻ. മാത്രമല്ല പല സ്കിൽഡ് മൈഗ്രൻസും അവരുടെ നോമിനേറ്റ് പ്രൊഫഷനിലല്ല വർക്ക് ചെയ്യുന്നത്. ഇത് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിന്റെ പരാജയമായിട്ട് കണ്ടതുകൊണ്ടാണ് ഇനി മുതൽ ജോബ് വിസ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് 189-ഉം 482 വിസയും. 189 ഇതുവരെ 30,000-അടുത്താണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ വർഷം മുതൽ അത് 17,000-അടുത്തേക്ക് ചുരുങ്ങി. എന്നാൽ 482 ആകട്ടെ 2021 20,000 ഉണ്ടായിരുന്നത് ഇന്ന് 44,000 ആയിട്ട് നിൽക്കുകയാണ്. ഇനി PR പാത്വേ എംപ്ലോയി സ്പോൺസർഷിപ്പിൻ്റെതായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. അലൊക്കേഷൻ ബൈഫർക്കേഷൻ ടേബിൾ ഒപ്പം ചേർക്കുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത വർഷം ഏകദേശം 3 ലക്ഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയയെ സ്വാഗതം ചെയ്യുമെന്ന് ഓസ്ട്രേലിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ജേസൺ ക്ലെയർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിന്റെ നമ്പറിനേക്കാൾ 25,000 നമ്പർ കൂടുതലാണ്. നാഷണൽ പ്ലാനിംഗ് ലെവൽ NPL-ന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. NPL ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കോട്ട തീരുമാനിക്കുന്നതും എങ്ങനെയാണ് അവരുടെ വീസ പ്രോസസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും. NPL പ്രകാരം ഓരോ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിനും അനുവദനീയമായ കോട്ടയുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാം. അവരുടെ കോട്ടയുടെ 80% ആകുന്നത് വരെ അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ വീസ പ്രോസസ്സിംഗ് ഹൈ പ്രയോറിറ്റിയിൽ ചെയ്തു കൊടുക്കും. അതിനുശേഷം അത് സ്ലോ ഡൗൺ ആകും. അതുകൊണ്ട് ഇനി മുതൽ വെറുതെ ഒരു കോഴ്സിന് അഡ്മിഷൻ എടുക്കുക മാത്രമല്ല ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ NPL കോട്ട കൂടി ചെക്ക് ചെയ്യണം. അടുത്ത വർഷം മുതൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിന്റെ കംപ്ലയൻസും അവരുടെ സ്ക്രൂട്ടിനിയും കൂടുതലായിട്ടുണ്ടാകും. മാത്രമല്ല സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ട്രാക്കിങ്ങും ഉണ്ടാകും. അതുകൊണ്ട് റൈറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ശ്രദ്ധിക്കണം. I hope you enjoyed this video. If this was useful for you, please follow us on Facebook, Instagram, LinkedIn and YouTube. Thank you for watching.